ഹൈന്ദവ വിശ്വാസികളുടെ ഒരു വലിയ പുണ്യകേന്ദ്രമാണെങ്കിലും അതിന് വലിയ തോതിൽ മുസ്ലിങ്ങൾക്ക് കൂടി ബന്ധമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ഓരോ അയ്യപ്പന്മാർ പിന്നെ ശബരിമലയ്ക്ക് പോകുമ്പോൾ ആ വീട്ടിൽ തടിച്ചു കൂടുന്നത് ഹൈന്ദവ വിശ്വാസികൾ മാത്രമല്ല, അവരെ യാത്ര അയക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളുമാണ്. ഇപ്പോൾ ഇത് മലപ്പുറത്തിൻ്റെ ഒരു ഭയങ്കര സവിശേഷതയാണല്ലോ. അപ്പോൾ പണ്ടൊക്കെ ലീഗിനെ കളിയാക്കിയൊരു വർത്താനം ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അയ്യപ്പ ഭക്തന്മാർക്ക് നാരങ്ങ വെള്ളം കലക്കുന്ന ലീഗ് നാരങ്ങ വെള്ളം ആ നാരങ്ങ വെള്ളം കലക്കുന്നതിന് ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. ഇന്നും ആ നാരങ്ങ വെള്ളം ഇനിയും ഞങ്ങൾ കലക്കും. അത് RSSനല്ല, അത് ഹൈന്ദവ വിശ്വാസികൾക്കാണ്. ഇപ്പം RSSന് നാരങ്ങ വെള്ളം കലക്കുന്ന പണി CPM ഏറ്റെടുത്തു. ഞങ്ങൾ വിശ്വാസികൾക്ക് നാരങ്ങ വെള്ളം കലക്കുന്ന പണി ഇനിയും തുടരും. അപ്പോൾ അയ്യപ്പ ഭക്തന്മാരുടെ ഒരു വിശ്വാസ കേന്ദ്രത്തിൽ നിന്ന് ആളുകൾ കാണിക്ക കൊടുത്ത സ്വർണം അടിച്ചു മാറ്റി എന്ന് പറയുമ്പോൾ അത് ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികളെ വേദനിപ്പിച്ച പോലെ ഇവിടുത്തെ മുസ്ലിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതാണ്. ഇപ്പം എന്നോടൊക്കെ തന്നെ ഒരുപാട് പ്രായമുള്ള മുസ്ലിം പിന്നെ കാരണവന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊരു കഷ്ടമാണ് ഒരു മുൻ MLA അല്ലേ ഈ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ട് കക്കാൻ പോണത് എന്ന് മുസ്ലിം കാരണവന്മാർ പോലും സംസാരിച്ചു. അത് ഞാൻ ഈ പറയാൻ കാരണം ഇത് വൈകാരികമായിട്ട് മതവിശ്വാസികളിൽ വലിയ വേദന ഉണ്ടാക്കി. എന്നിട്ടും CPM ഇതൊക്കെ ഒരു തമാശക്കളി പോലെ കാണുന്നുള്ളൂ. ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് ഇത്രയും വലിയ തോതിലുള്ള സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് അതൊന്നും അവർക്കൊരു കൺസേൺ അല്ല. അപ്പം ഞാൻ പറയുന്നത് ഈ 3 ഘടകങ്ങൾ ഇവിടെ വർക്കൗട്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും ശബരിമല വർക്കൗട്ടായി, അതിദാരിദ്ര്യം വർക്കൗട്ടായി, അതുപോലെ തന്നെ BJPയുമായിട്ടുള്ള ബന്ധം അത് ഞങ്ങൾ പ്രകടമായി കാണുകയാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് AKG സെൻറ്ററിലേക്ക് ഒരു പാലം ജോൺ ബ്രിട്ടാസ് പണിതു എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്നില്ല. അത് ഏലംകുളത്ത് ഞങ്ങൾ കണ്ടു. ഏലംകുളത്ത് CPM നേരിട്ട് BJPയുമായി വോട്ട് കച്ചവടം ചെയ്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സീറ്റുകളുണ്ട്. അവിടെ കൃത്യമായിട്ട് BJP എങ്ങനെയാണ് സാമുദായിക സംഘടനകളെ ഉപയോഗിച്ച് BJPയിലേക്ക് പാലം പണിതതെന്ന് ഞങ്ങൾക്കറിയാം.